അമ്മേ ആ ഞാൻ ചോദിക്കാം. ഇനി പോന്നാ? ആ പ്രതീക്ഷ നാളെ നമ്മുടെ വീട്ടിൽ പോയാലോ? നാളെയാ അമ്മേ? ആ നാളെ എന്നാ ഞാൻ ഒന്ന് ഓർഡർപ്പെട്ടെ. എന്തിന്? നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയല്ലേ പോയി വന്ന് നിൽക്കാണ്ട് അങ്ങ് പോക്കാ പണി? നാളെ ഒരു കല്യാണം ഉണ്ട്, രണ്ടാളും കല്യാണത്തിന് പോയാൽ മതി. നാളെ നമുക്ക് കല്യാണത്തിന് പോലെ. ആ ശരി അമ്മേ. ആ ഞാൻ ബുള്ളറ്റ് ഒന്ന് വിറ്റാലോന്ന് വിചാരിക്കുന്ന. അതെന്തിനാ അതിപ്പം വിൽക്കുന്നത്? അത് ഭയങ്കര മുട്ടുവേന. മുട്ടുവേനായിട്ട് എനിക്ക് ഷർട്ട് ഷർട്ടൊക്കെ കാണാനില്ല, അന്ന് കൊടുത്താലെന്ന് വിചാരിക്കുന്നത്. മുട്ടുവേദന വിറ്റാളാ? മുട്ടുവേദന എന്നോട് പറയണ്ടെന്ന്. എന്നോട് പറഞ്ഞിട്ട് അഞ്ഞ എൻ്റെ മുട്ടുവേന മാറ്റില്ല. ഞാൻ അടുക്കള പോയി ചായ എടുത്തില്ല. പിന്നെ അത്ര പൈസ പറയണോ? ഇനി എത്രക്ക വാങ്ങിയ നോക്കിയിട്ടില്ല, കുറച്ച് പൈസ അങ്ങ് പറഞ്ഞേക്ക്. അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടില്ലല്ലോ നാളെ പറശ്ശിനിക്കടവ് പോകുന്ന കാര്യം. വിളിച്ചു പറയട്ടെ. ആ ഹലോ അമ്മേ. ആ നാളെ പറശ്ശിനിക്കടവ് പോകുന്നേ ഞങ്ങള്. ആ പ്രജീഷേട്ടൻ രാവിലെ പോവാന്നാ പറഞ്ഞേക്കുന്നെ. ആ ഇവിടെ അടുത്തല്ലേ. അതമ്മ നേരത്തെ വിളിച്ചപ്പോ ഞാൻ പറയാൻ മറന്നുപോയി. ആ എന്നാ ശരി, ഞാൻ ഇത് പറയാൻ വിളിച്ചു. എനിക്ക് കുറച്ച് പണിത്തിരക്കുണ്ട്. ഇനി ഇതൊന്നും അറിയല്ലേ? നാളെ അച്ഛനെയും കൊണ്ട് കണ്ണ് കാണിക്കാൻ ഡോക്ടറെ അടുത്ത് പോന്നാ. ഓൻ പറശ്ശിനി കടവൊന്നും പോന്നില്ലേ? ഇനി ഇതൊന്നും അറിയല്ല? എന്നോട് ഓനൊന്നും പറഞ്ഞിക്കൂല്ലേ പോന്നില്ലാന്ന്? ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രല്ല ജിത്തിയെ, നാളെ മോളിയും പ്രകാശനും പാർക്കം വരുന്നെന്ന് അറിഞ്ഞിട്ടിക്ക് ഇവിടെ. അതും എന്നോട് കുട്ടിയൊന്നും പറഞ്ഞിക്കില്ല. കഷ്ടായി പോയി മക്കളെ. ആ ഇനിയില്ല, ഒന്ന് കുട്ടിയോട് വിളിച്ചു പറഞ്ഞേക്ക. ലേശം മീനും ഇറച്ചിയും കൊണ്ട് തരുവേ. ഒലിക്ക് എന്താ വെച്ചു കൊടുക്കണ്ടേ നമുക്ക്? ആ ഞാൻ പറഞ്ഞേക്കാം. ഒന്ന് കാലം മാറ്റി വെക്കോ, ഡ്രസ്സ് അവിടെ വെക്കട്ടെ. ഒന്ന് ഫോൺ നിർത്തുക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ആരാ നിങ്ങളുടെ ഭാര്യ? ഇല്ല, എനിക്ക് ഇവിടുത്തെ വെറും ഒരു പണിക്കാരി എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ തോന്നാനാ? നിങ്ങൾ എന്തായാലും എന്നോട് കാര്യം ചോദിക്കുന്നുണ്ടാ? നിങ്ങളുടെ കാലിന് വേദനയുള്ള കാര്യം എന്നോട് പറഞ്ഞ അത് മാത്രല്ല, എന്റെ വീട്ടിൽ പോണെങ്കിൽ നിങ്ങളുടെ അമ്മേനോട് ചോദിക്കണം. ചോദിച്ചിട്ട് പൊക്കോന്നുള്ള ഉത്തരവ് കിട്ടിയാൽ എന്റെ വീട്ടിൽ പോയിക്കൂടൂ. അമ്മയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അമ്മയോട് ചോദിക്കണ്ടേ? അമ്മയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അമ്മയോട് ചോദിക്കണം എന്നും കരുതി എനിക്കൊരു വിലയും ഇല്ലാണ്ട് എല്ലാം അമ്മേനോട് ചോദിച്ചിട്ട് എല്ലാ ഉത്തരവും കിട്ടിക്കഴിഞ്ഞിട്ട് ആ ജിത്തു അമ്മ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടേ, അതുപോലെ ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ടാ ചെയ്യേണ്ട കാര്യങ്ങൾ? എന്നോട് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്നോട് അഭിപ്രായം ചോദിക്കണ്ടേ? എല്ലടോ ഇന്റെ വർത്താനം കേട്ടാ വിചാരിക്കും ഞാൻ എന്താക്കും അമ്മേനെ അച്ഛനും ചാടിക്കാൻ നിന്നെ മാത്രം എടുക്കാന്നുണ്ടോ? രജീഷേട്ടാ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്കെല്ലാം മാറ്റങ്ങൾ വരും. എന്നും കരുതി അച്ഛനെയും അമ്മേനെയും ഉപേക്ഷിക്കണം എന്നല്ല. അതിന്റെ കൂടെ നമുക്കും കൂടി കുറച്ച് സ്നേഹവും പരിഗണനയും വേണം എന്നാ പറയുന്നേ. എനിക്ക് തരേണ്ട പരിഗണന ഞാൻ എനിക്ക് തരുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ചിട്ട് ചോദിച്ചു നോക്ക്, കല്യാണം കഴിഞ്ഞ അവര് പറഞ്ഞു തരും എങ്ങനെയാ എല്ലാരും ഇങ്ങനെ തന്നെയാണോ എന്ന്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.